തിരുവനന്തപുരം ചിറയൻകീഴിൽ KPC അധ്യക്ഷന്റെയും രമ്യ ഹരിദാസിന്റെയും കോലം കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചുവെന്ന വിവരമുണ്ട്. ചിറയൻകീഴിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി വേണ്ട എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പ്രാദേശിക നേതാക്കളുടെ മുന്നറിയിപ്പ്. രമ്യ ഹരിദാസ് കത്തട്ടെ ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ഇപ്പോ ഒരുപിടി പ്രശ്നങ്ങളുമായാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF. സംശയമില്ല. MP-മാരുടെ മത്സര ആവശ്യം അത് പൂർണ്ണമായും തള്ളി. അതെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ്. തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള സീറ്റുകളിലെ തർക്കം ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നു. ഘടകകക്ഷികളെ മെരുക്കണം. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഹരിച്ച് സാധാരണ നമുക്കറിയാം കോൺഗ്രസ്സിൽ UDF-ലെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വളരെ സജീവമാണ്, സംശയമില്ല. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ഒരു അവധാനതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. 2 ദിവസത്തിനകം അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും. അത് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. പക്ഷേ പ്രാദേശികമായ തർക്കങ്ങൾ കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്നു എന്നതാണ് നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം CMPക്ക് വിട്ടു നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് UDF എത്തിയിരുന്നു. അതോടൊപ്പം കോവളം സീറ്റിന്റെയും വട്ടിയൂർക്കാവിൽ K. മുരളീധരന്റെയും കാര്യത്തിൽ മാത്രമാണ് തർക്കങ്ങളില്ലാത്ത ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമേ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് ഒരു അന്തിമമായ ചിത്രം വ്യക്തമാകുകയുള്ളൂ. നിലവിൽ 31 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. അതിൽ 20 സിറ്റിംഗ് MLA-മാർ, ശേഷിക്കുന്ന 11 പേർ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള 11 മണ്ഡലങ്ങൾ. ഇങ്ങനെ 31 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപനം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനുശേഷം ശേഷിക്കുന്ന പട്ടിക നാളത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച നേതാക്കളൊക്കെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താനും അനുനയിപ്പിക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നുവെന്നത് തന്നെയാണ്. കാരണം ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രതിഷേധങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. കാരണം കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിച്ചത് വിഷുവിന് ശേഷം ഒരുപക്ഷെ 16-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ എന്നാണ്. ആ പ്രതീക്ഷകളെ അപ്പാടെ തെറ്റിച്ചുകൊണ്ടാണ് 9-ാം തീയതി വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് പ്രചാരണ ഘട്ടത്തിലേക്ക് പാർട്ടിക്ക് സജീവമായി കടക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തർക്കം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറും. അതിന് ഒരു പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി മുതിർന്ന നേതാക്കൾ തന്നെ ഇപ്പോൾ ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധവുമായി പിണങ്ങിപ്പോയ K. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തും. അതിനുശേഷം ഇന്ന് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. അദ്ദേഹം എത്തുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിൽ എത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശം. പക്ഷേ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എത്തുകയുള്ളൂ എന്ന നിലപാടിൽ K. സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്തായാലും ഈ സാഹചര്യങ്ങൾക്കിടയിൽ തിരുവനന്തപുരം ചിറയൻകീഴിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രാദേശികമായ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. 11 മണ്ഡലം പ്രസിഡന്റുമാരും 2 DCC ഭാരവാഹികളും അടക്കം രേഖാമൂലം ഒപ്പിട്ട ഒരു കത്ത് AICC നേതൃത്വത്തിന് കൈമാറിയിരിക്കുകയാണ്. ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു ദളിത് നേതാവിനെ ചിറയൻകീഴിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമാണ് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം ഉടൻ പൂർത്തിയാക്കാനുള്ള ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളുമായി, പ്രത്യേകിച്ച് ലീഗുമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള തർക്കങ്ങൾ ഇന്ന് തന്നെ പരിഹരിച്ചേക്കും. നാളെയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങനെയെങ്കിൽ നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വമുള്ളത്. ഒരു സീറ്റും കോൺഗ്രസിന് അധികമായി വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ജോസഫ് വിഭാഗം ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായും അത് വല്ലാത്തൊരു സാഹചര്യമാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന പ്രധാന ഒരു കാര്യം കൂടിയുണ്ട്. അതെങ്ങനെ എപ്പോൾ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഏതായാലും അധിക സമയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ 7 ദിവസം മാത്രമാണ്
സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളത് അതിനകത്ത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും വേണം, നോമിനേഷൻ സമർപ്പിക്കുകയും വേണം. ഒരുപക്ഷെ ഇന്ന് മുതൽ തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ നോമിനേഷനുകൾ നൽകി തുടങ്ങിയേക്കാം. ഇന്നു മുതൽ നോമിനേഷൻ നൽകാനുള്ള സമയമുണ്ട്. സുധാകരൻ്റെ പ്രശ്നമാണല്ലോ ഡാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സജീവമായി നിൽക്കുന്നത്. കാരണം മത്സരിക്കാൻ ആഗ്രഹമുള്ള ഒരു പിടി MP-മാരുണ്ട്. അടൂർ പ്രകാശ് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, KC വേണുഗോപാൽ ഒരു പരിധിവരെ ആഗ്രഹിക്കുന്നു, സുധാകരന് വലിയ ആഗ്രഹമുണ്ട്, തരൂരിനെ ചിലപ്പോൾ നിയമത്ത് പരീക്ഷിച്ചേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ MP-മാർ പൂർണ്ണമായും മത്സരിക്കേണ്ട എന്ന നിലപാടിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അത് സുധാകരനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. സംസ്ഥാന നേതൃത്വമാണ് MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതേസമയം MP-മാരിൽ ഏതാണ്ട് 6 പേരിലധികം മത്സരിക്കാനുള്ള രഹസ്യമായ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുമുണ്ട്. കാരണം ഹൈക്കമാൻഡ് ഒടുവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ K. സുധാകരൻ പ്രത്യക്ഷമായി എതിർപ്പ് പരസ്യമാക്കുന്നുവെന്നേ ഉള്ളൂ. അതീവ രഹസ്യമായി മത്സരിക്കാനായി നേതൃത്വത്തിന് മുമ്പിൽ സമ്മർദ്ദം ചെലുത്തുന്ന മറ്റ് ചില MP-മാർ കൂടിയുണ്ട്. പ്രധാനമായി അടൂർ പ്രകാശ് അടക്കമുള്ളവർ അത്തരത്തിൽ അദ്ദേഹത്തിന് നിയമസഭയിൽ മത്സരിക്കണം, തിരികെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകണം എന്നൊരു നിലപാടിലാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തർക്കം അനിശ്ചിതത്വത്തിൽ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തർക്ം നീട്ടിക്കൊണ്ടു പോകാൻ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ K. സുധാകരന് മാത്രമായി ഒരു ഇളവ് നൽകാനുള്ള സാധ്യതയില്ല. ഇളവ് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ 3 MP-മാർ മത്സരിച്ചേക്കും. അതല്ല എങ്കിൽ ആരും തന്നെ മത്സരിക്കില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും സംസ്ഥാന നേതൃത്വം MP-മാർ മത്സരിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പിലാണുള്ളത്. അതിന്റെ കാരണം നമുക്കറിയാം. കാരണം UDF അധികാരത്തിലേക്ക് എത്തും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ MP-മാർ മത്സരിക്കാനായി വന്നവർ വെറും MLA-മാരായി മാത്രം ഇരിക്കാനല്ല മത്സരരംഗത്തേക്ക് വരുന്നത് എന്നതാണ് അതിലെ രാഷ്ട്രീയ കൗതുകം. അതുകൊണ്ട് തന്നെയാണ് MP-മാർ ആരും മത്സരിക്കാൻ വരണ്ട എന്ന നിലപാടിലേക്ക് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് അങ്ങനെയൊരു നിലപാടിലേക്ക് നീങ്ങുന്നത്. എന്തായാലും മത്സരിക്കാനായി വലിയ സമ്മർദ്ദമാണ് 5 MP-മാർ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ സമ്മർദ്ദമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതാണ് കോൺഗ്രസിലെ UDFിലെ സാഹചര്യം. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കാം.